ഒരു അത്ഭുത കാഴ്ച കാണിക്കാം കേട്ടോ ഞാൻ നിങ്ങളെ. ഇത് അലോക്കേഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം ചട്ടിയിലൊക്കെ നടുമ്പോൾ ഇത്രത്തോളം വലിപ്പമൊന്നും ഇലകൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇത് നിലത്ത് തനിയെ ഉണ്ടായതാണ് കേട്ടോ. ഇതിൻ്റെ കിഴങ്ങറ്റ വീണിട്ട് തനിയെ ഉണ്ടായതാണ്. നമുക്കറിയാം അലോക്കേഷ്യ പ്ലാന്റിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവും അല്ലേ. കിഴങ്ങ് നമ്മളെ ഇതുപോലെ എന്താണ് കലേഡിയം പ്ലാന്റ്സിനെ പോലെ തന്നെ അതിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കിഴങ്ങോ എന്തോ ഇവിടെ വീണിട്ടോ ഇങ്ങനെയെന്നറിയില്ല. ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാണ്. അപ്പോൾ ഉണ്ടായി നോക്കുമ്പോൾ നല്ല വലിപ്പത്തിലുണ്ട്. അതിൻ്റെ ബാക്ക് വശം നല്ലൊരു പർപ്പിൾ കളറാണ്. അതിൻ്റെ തളിരില കണ്ടില്ല, നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള തളിരില വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണിൽ നട്ട് കൊടുത്തപ്പോൾ മണ്ണിൽ ഇതുണ്ടായപ്പോൾ നല്ല വലിപ്പത്തിലാട്ടോ ലീഫ് വന്നത്. ഫോണിലൂടെ എത്രത്തോളം വലിപ്പം കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഓരോ ലീഫും നല്ല വലിപ്പത്തിനാണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പൊരിച്ചെടുത്തിട്ട് നമുക്ക് വലിയൊരു ചട്ടിയിലേക്കാക്കിയിട്ട് നമ്മുടെ ഗാർഡനിൽ അതായത് പൂന്തോട്ടത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും. അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ലീഫിന് വെരിക്കേഷൻ വരുന്ന ഒരുപാട് വെറൈറ്റി ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരു 3-4 വെറൈറ്റികളുണ്ട്. കലേഡിയം പ്ലാന്റ്സിനെ പോലെ തോന്നിക്കെങ്കിലും അതിനെക്കാട്ടി നല്ല കട്ടിപ്പും നല്ല ഷൈനിങ്ങും ഉള്ള ലീഫാണ് അലോക്കേഷ്യ പ്ലാന്റിലുള്ളത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലാന്റാണ് ഇതും. ഈ ലീഫൊക്കെ നന്നായിട്ട് വലിപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് വെയിൽ ഇഷ്ടമില്ല, ഈർപ്പം നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ. വെയിൽ ഒരുപാട് വേണ്ട, പക്ഷേ നനവ് നന്നായിട്ട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അടിപൊളിയല്ലേ? ഈ ലീഫ് കണ്ടിട്ട് തന്നെ അടിപൊളിയായിട്ട് തോന്നുന്നില്ലേ?